ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഈസി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമാണ്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ മിക്സി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു കേക്ക് റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റും നല്ല ഫ്ലേവറും ഉള്ളൊരു കേക്കാണിത്. ഇതിനായിട്ട് ആദ്യം കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് 2 മീഡിയം സൈസിലുള്ളൊരു ക്യാരറ്റാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല കളറുള്ള ക്യാരറ്റ് ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് കളറ് കേക്കിന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്യുക. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ജാറിലേക്ക് ഒഴിക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇത് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട കൂടി ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം ഇതിനെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. തീരെ കട്ടയൊന്നുമില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കും. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 225 ഗ്രാം കാണും അത്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നമുക്ക് അരിപ്പയിൽ നന്നായി ഇടിഞ്ഞെടുക്കാം. എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ പോകാനും, അതുപോലെ തന്നെ ബേക്ക് പൗഡറും മൈദയും ഈവനായിട്ട് മിക്സ് ആവാനും. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനാണ് അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് മൈദ കുറേശ്ശെയിട്ട് മിക്സ് ചെയ്യണം. മുഴുവനായിട്ട് ഒന്നിച്ചിടാതെ ഒരു 3-4 ട്രിപ്പായിട്ടിട്ട് മിക്സ് ചെയ്യണം. ഒന്നിച്ചിട്ടാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ കേക്കിന് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ കളർ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം. നമുക്ക് ഫോർക്കോ ഒരു സ്പാച്ചുല കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ ഇത് മിക്സ് ചെയ്യാൻ. കട്ട പിടിക്കാതിരുന്നാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുകയാണ്. കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് പാൽ ചേർക്കുന്നത്. ബാറ്റർ ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യാനുസരണം അല്പം പാലും കൂടെ ചേർത്തെടുക്കാം നമുക്ക്. ബാറ്റർ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി മതി. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുക്കർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഇനി ഒരു സ്റ്റവിൽ ഒരു പാനോ തട്ടോ പഴയ എന്തെങ്കിലും ഒരു പാത്രം മതി. നമുക്ക് സ്ട്രേറ്റ് കുക്കറിലോട്ട് ഫ്ലെയിം അടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആദ്യം ഈ പാൻ വെച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാവണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കുക്കർ എടുത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് മീഡിയം ഫ്ലെയിം മതി. അത് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ ആക്കിയേക്കണം.
ഏകദേശം ഒരു 40-50 മിനിറ്റോളം മതി കുക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇടയ്ക്ക് നമുക്കൊരു 45 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും വെക്കാം. നമുക്കപ്പം കേക്ക് ബേക്ക് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേക്ക് ആയിട്ടുണ്ടോയെന്ന്. കേക്ക് നല്ല ഹൈറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു ഈർപ്പോ എൻ്റെ വെച്ച് കുത്തി നോക്കാം. ഇതുപോലെ ഇതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ കേക്ക്